പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ പള്ളിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ചാവേർ സ്ഫോടനത്തിൽ ഇന്ത്യയ്ക്കും ബന്ധമുണ്ടെന്ന പാക് പ്രതിരോധ മന്ത്രിയുടെ ആരോപണത്തിൽ മറുപടി പ്രസ്താവനയുമായി ഇന്ത്യ. ആക്രമണകാരിക്ക് അഫ്ഗാനിസ്ഥാനുമായി ബന്ധമുണ്ടെന്നും അഫ്ഗാൻ താലിബാൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നുമാണ് പാക് മന്ത്രി ഖ്വാജ ആസിഫിന്റെ പ്രസ്താവന. ഇന്ത്യ അപമാനകരമായ പരാജയത്തിനു ശേഷം ഒരു പ്രോക്സി പ്രചാരണം നടത്തുകയാണെന്നും നേരിട്ടുള്ള പോരാട്ടത്തിന് ഇന്ത്യക്ക് ധൈര്യമില്ലെന്നുമാണ് ഖ്വാജ ആസിഫ് എക്സ് പോസ്റ്റിൽ കുറിച്ചത്. പ്രസ്താവനയിൽ വിദേശകാര്യ മന്ത്രാലയം സ്ഫോടനത്തെ അപലപിക്കുകയും നിരപരാധികൾക്ക് ജീവഹാനിയുണ്ടായതിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യൻ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ആരോപണത്തെ ഇന്ത്യ നിഷേധിച്ചു. അത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും അർദ്ധശൂന്യവുമാണെന്നും ഇന്ത്യ വ്യക്തമാക്കി. തങ്ങളുടെ സാമൂഹിക ഘടനയെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ ഗൗരവമായി നോക്കിക്കാണുന്നതിന് പകരം പാകിസ്ഥാൻ സ്വന്തം നാടിന്റെ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം വഞ്ചിക്കുന്നു എന്നത് ദൗർഭാഗ്യകരമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ നേതൃത്വത്തിലുള്ള സർക്കാർ ദേശീയ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വക്താവ് വഴിയുള്ള പ്രസ്താവനയിലൂടെ ആക്രമണത്തെ അപലപിക്കുകയും തെളിവുകളില്ലാതെ പാകിസ്ഥാൻ പതിവ് ആരോപണങ്ങൾ നടത്തുകയാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ബലൂചിസ്ഥാനിലെയും മറ്റു പ്രദേശങ്ങളിലെയും ആക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആവർത്തിച്ചു കുറ്റപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രസ്താവനയിൽ പറയുന്നു. ആവശ്യമായ അന്വേഷണങ്ങൾ നടത്താതെയും യാതൊരു പരിശോധനയും സ്ഥിരീകരണവും കൂടാതെയുമാണ് ഈ ആരോപണങ്ങൾ നടത്തുന്നത്. അത്തരം അവകാശവാദങ്ങൾക്ക് യാതൊരു യുക്തിയോ അടിസ്ഥാനമോ ഇല്ലെന്നും എന്നും അവ പാകിസ്ഥാന്റെ സുരക്ഷാ ന്യൂനതകളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുള്ള ലക്ഷ്യത്തോടെയുള്ളതാണെന്നും പ്രസ്താവന കൂട്ടിച്ചേർത്തു. താലിബാൻ സർക്കാർ ഇസ്ലാമിക തത്വങ്ങളിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി നിരപരാധികളെ കൊല്ലുന്നത് അനുവദിക്കില്ല എന്നും ആവർത്തിച്ചു. അത്തരം ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളായവരെ തങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്നും സംരക്ഷിക്കുന്നില്ല എന്നും അവർ പറഞ്ഞു. പാക് സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നത് നിർത്താനും താലിബാൻ സർക്കാർ ആവശ്യപ്പെട്ടു. സമീപകാലത്ത് പാകിസ്ഥാനിൽ നടന്ന ഏറ്റവും മാരകമായ ആക്രമണങ്ങളിലൊന്നായിരുന്നു വെള്ളിയാഴ്ചത്തേത്. 69 പേർ കൊല്ലപ്പെടുകയും 170-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. പാക് സൈന്യവും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും തമ്മിലുള്ള പോരാട്ടം രൂക്ഷമാവുകയാണ്. ഓപ്പറേഷൻ ഹെറോഫിലൂടെ സൈനികരും പോലീസുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് പേരെ വധിച്ചതായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെട്ടതിനു പിന്നാലെ ആക്രമണം പാകിസ്ഥാൻ സൈന്യം കടുപ്പിച്ചിരുന്നു. BLA നേതാക്കളെ തേടി പാകിസ്ഥാൻ സൈന്യം തിരച്ചിൽ ശക്തമാക്കിയതായാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാന്റെ ഏറ്റവും വലുതും ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ളതുമായ പ്രവിശ്യയായ ബലൂചിസ്ഥാൻ വിഘടനവാദി വിമതരും ഭരണകൂടവും തമ്മിലുള്ള കുറഞ്ഞ തീവ്രതയിലുള്ള സംഘർഷങ്ങളുടെ വേദി കൂടിയാണ്. വർഷങ്ങളായി ആക്രമണത്തിന്റെ തീവ്രതയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടെ നടക്കുന്ന വലിയ ആക്രമണങ്ങളും പ്രത്യാക്രമണ പ്രവർത്തനങ്ങളും ഈ മേഖലയുടെ ചില ഭാഗങ്ങളിൽ ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ദശാബ്ദങ്ങളായി തുടരുന്ന ബലൂചിസ്ഥാൻ വിമോചന പോരാട്ടം പുതിയ തലങ്ങളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗോത്രവർഗ കലാപങ്ങളിൽ നിന്ന് മാറി വിദ്യാസമ്പന്നരായ സ്ത്രീകൾ ആയുധമെടുക്കുന്ന കാഴ്ചയാണിപ്പോൾ. ഇത് പാകിസ്ഥാൻ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ആക്രമണത്തിന് പിന്നാലെ BLA പുറത്തുവിട്ട 2 വനിതാ ചാവേറുകളുടെ ചിത്രങ്ങൾ പാക് സർക്കാരിനെയും സുരക്ഷാ ഏജൻസികളെയും ഒരുപോലെയാണ് അമ്പരപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.